നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്തെ ഹൈവേ ഏജൻസികൾക്ക് ശക്തമായ ഒരു നിർദ്ദേശം നൽകിയത്. റോഡുകൾ നല്ലതല്ല എങ്കിൽ ടോൾ പിരിക്കുന്നത് നിർത്തണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പല ഹൈവേകളുടെയും സ്ഥിതി വളരെ മോശമാണ് എങ്കിലും അവിടെ കനത്ത ടോൾ പിരിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് നിർണായക പ്രസ്താവന എത്തുന്നത്. NH-44ന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ ഗഡ്കരിയുടെ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയ തലങ്ങളും ഏറെയാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് NH-44ന്റെ പ്രാധാന്യം? ഗഡ്കരിയുടെ സ്വരം പതിവിലും കടുപ്പത്തിലാകുമ്പോൾ അധികാര കേന്ദ്രത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മോദിയെ പോലും വിമർശിക്കുന്ന RSS നേതൃത്വത്തിന് ഗഡ്കരി മാത്രം എങ്ങനെയാണ് ഇത്ര പ്രിയപ്പെട്ടവനാകുന്നത്? മോദിയുടെ പേര് രണ്ടാമത് മാത്രം വരുന്ന രാജ്യത്തെ ഏക ലോക്സഭാ മണ്ഡലമായ നാഗ്പൂരിൽ ഗഡ്കരി എന്ന ഹൈവേമാൻ കാട്ടിയ മാജിക് എന്താണ്? പുതിയ NDA സർക്കാരിൽ പഴയ ഗഡ്കരി കൂടുതൽ കരുത്താർജിക്കുകയാണോ? വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് വസിക്കുന്നതെന്നാണ് മഹാത്മ പറഞ്ഞത്. പക്ഷേ മാറിയ കാലഘട്ടത്തിൽ ഇന്ത്യയെ അറിയാൻ NH-44ലൂടെ ഒരു തവണ യാത്ര ചെയ്താൽ മതി. വടക്ക് കശ്മീരിനെയും തെക്ക് കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഈ പാതയുടെ നിർമ്മാണം ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പാത ഏറ്റവും കൂടുതൽ ദൂരം തമിഴ്നാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. 627 കിലോമീറ്റർ. കുറവ് പഞ്ചാബിൽ 11 കിലോമീറ്റർ മാത്രം. ഇന്ത്യയുടെ ജീവനാഡി എന്ന് തന്നെ വിശേഷിപ്പിക്കാം നമ്മുടെ നാഷണൽ ഹൈവേയെ. നാഷണൽ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ തലവര മാറും എന്നുറപ്പാണ്. ആ തലവര മാറ്റത്തിന്റെ അവകാശം അങ്ങനെ അങ്ങ് പങ്കുവെക്കാനാവില്ല. നിതിൻ ഗഡ്കരി എന്ന കറകളഞ്ഞ നേതാവിന്റെ പേരിൽ തന്നെ അത് അറിയപ്പെടേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ അധ്വാനവും ആത്മസമർപ്പണവും തന്നെയാണ് ഹൈവേ മാൻ എന്ന് വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചതിന് പിന്നിലും. പുതിയ ഇന്ത്യയുടെ നേട്ടങ്ങളെല്ലാം മോദി എന്ന ഒറ്റ ബിന്ദുവിലേക്ക് കൂട്ടിക്കെട്ടിയിരുന്ന ഒരു പതിറ്റാണ്ടിന്റെ പതിവ് ഇനി മാറുമെന്നുറപ്പാണ്. അതിന്റെ ആദ്യ സൂചനയാണ് കേന്ദ്ര തലത്തിലെ അധികാര ധ്രുവീകരണവും രാജ്നാഥ് സിംഗ്, ഗഡ്കരി, വസുന്ധര തുടങ്ങിയ നേതാക്കളുടെ ശക്തമായ തിരിച്ചുവരവും. പലവട്ടം BJPയെയും മോദിയെയും പരസ്യമായി വിമർശിച്ച RSS പോലും ഗഡ്കരിയെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരുപക്ഷെ RSS ആഗ്രഹിക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ച ഏക നേതാവ് കൂടിയാണ് അദ്ദേഹം. സംഘപരിവാറിന്റെ സത്ത ഉറഞ്ഞിരിക്കുന്ന നാഗ്പൂരിൽ തന്നെ ഇതിന് ദൃഷ്ടാന്തവുമുണ്ട്. നാഗ്പൂരിൽ മോദിയെ വിമർശിക്കുന്ന BJPക്കാരുടെ എണ്ണം കൂടുതലാണ്. മോദിയെ വിമർശിക്കുമ്പോഴും ഗഡ്കരി സാബ് അച്ഛാ ഹെ എന്ന് പറയാൻ 100 നാവാണ് അവർക്ക്. മോദിയുടെ പേരിനേക്കാൾ BJP സ്ഥാനാർത്ഥിയുടെ പേരിന് മൂല്യമുള്ള രാജ്യത്തെ ഏക ലോക്സഭാ മണ്ഡലവും നാഗ്പൂർ തന്നെ. എവിടെ തിരിഞ്ഞാലും ഒരു ഗഡ്കരിമയം. അത് പോസ്റ്ററുകളുടെയും ഫ്ലക്സുകളുടെയും പത്രപരസ്യങ്ങളുടെയും സൈബർ പോരാളികളുടെയും രൂപത്തിലല്ല എന്ന് മാത്രം. റോഡിന്റെയും പാലത്തിന്റെയും മെട്രോയുടെയും വ്യവസായ പദ്ധതികളുടെയും രൂപത്തിൽ ജനഹൃദയത്തിലുണ്ട് നിതിൻ ഗഡ്കരി. മൂന്നാം NDA സർക്കാരിൽ പഴയ വകുപ്പ് തന്നെയാണ് ഗഡ്കരിക്ക് എങ്കിൽ പോലും ഭാവിയിൽ BJP എന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യൻ നിലവിൽ അദ്ദേഹം തന്നെയാണ്. RSSന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന, ഗിമ്മിക്കുകളില്ലാത്ത, സ്വന്തം പേരല്ല പ്രവൃത്തിയാണ് തന്റെ കർമ്മമണ്ഡലത്തിൽ രേഖപ്പെടുത്തേണ്ടതെന്ന് ഉത്തമ ബോധ്യമുള്ള രാഷ്ട്രീയ നേതാവ്, അല്ല സ്വയം സേവകൻ.